ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് 122 പേരായിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ നോക്കുന്നത്. ഇതൊരു അടിപൊളി ലിപ് ബാമാണ് കേട്ടോ. ഒരു SPF ഉള്ള ഒരു അടിപൊളി ലിപ് ബാമാണ്. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് അക്വലോജിക്കയുടെ ഒരു സൺസ്ക്രീനാണ് ഗൈസ്. ഞാൻ ഇതിന് മുമ്പ് എന്ന് വെച്ചാൽ ഈ അക്വലോജിക്ക യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ഒരു സിറം ഉണ്ട്, ഒരു വൈറ്റമിൻ C സിറം. അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. അതിനുശേഷം നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഡബിൾ ചിൻ വരുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് ഞാൻ നല്ലോണം ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിനുശേഷം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് കണ്ട് വെറുതെ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് ഞാൻ ചുണ്ടിലിടില്ല ഗൈസ്, ഞാൻ ബ്ലഷ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം എല്ലായിടത്തും കൊള്ളുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ആരൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്? ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോ ഫാനാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് വർഷങ്ങളായി എൻ്റെ കൂടെ കൂടിയിട്ട് ഈ ഒരു ഐബ്രോ പെൻസിൽ കുറേ നാളായി. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പോൺസിൻ്റെ ഒരു പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളൊരു കാജലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. കണ്ണിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ പറയരുത് കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒരു NYBയുടെ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതാം. എനിക്ക് ക്യാമറ നോക്കി കണ്ണെഴുതാൻ അറിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ കണ്ണെഴുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് NYBയുടെ സ്നോഫ്ലിക്ക് കിസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, കളർ അടിപൊളിയാണ്. എന്തുകൊണ്ടും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ മാച്ച് ആൻഡ് സ്യൂട്ട് ആവുന്ന അടിപൊളി ഒരു ഷെയ്ഡാണ്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി നോക്കുക കേട്ടോ. ഇതൊരു ഗ്ലോസി ലുക്ക് പോലെ തോന്നുമെങ്കിലും ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മാറ്റായിരിക്കും, നല്ലൊരു മാറ്റ് ലിപ്സ്റ്റിക്കായിട്ട് മാറും കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാനൊന്ന് മസ്കാര അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ NYBയുടെ മസ്കാരയാണ് കേട്ടോ. ഭയങ്കര വോളിമൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി മസ്കാരയാണ്. കാരണം ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ ഇതിൻ്റെ വാങ്ങിക്കുന്നത്. കാരണം ഞാൻ ഭയങ്കര ഫാനാണ്. ഭയങ്കരമായിട്ടും അത് വോളിയമായിട്ട് നിൽക്കും കേട്ടോ. ഇത് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഭയങ്കര വാട്ടർ പ്രൂഫുമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ NYBയുടെ തന്നെ ഒരു ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഒരു പൊട്ട് കൊടുക്കുകയാണ് ഗൈസ്. അത് ശരിയായില്ല ഗൈസ്. അതിനുശേഷം ഞാനത് മായ്ച്ചിട്ട് വളരെ കുഞ്ഞൊരു പൊട്ട്, എനിക്കതാണ് ഇഷ്ടം, ആ ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റെ മുടി കണ്ടു ഗൈസ്. ഞാനാണെങ്കിൽ 2023 മറ്റോ ആണ് ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്യുന്നത്. കളർ ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു. ഫ്രിസി മാത്രമല്ല, നല്ല ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ. അപ്പം എൻ്റെ ഹെയർ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ ഈ ഒരു കളർ കണ്ടോ, ഇതല്ല സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കളർ. അത് ഫെയ്ഡായി ഈ കളറായിട്ടുള്ളതാണ്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ ഇപ്പം ഓയിലോ അല്ലെങ്കിൽ സിറമോ ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈവായിട്ട് ഭയങ്കര ഫ്രിസി ആയിട്ടും ഇരിക്കും കേട്ടോ. അത് മാനേജ് ചെയ്യാനിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പണ്ടത്തെ എൻ്റെ ഹെയർ ആയിരുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടായിരുന്നു, ചീകിയാൽ അങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പം അതങ്ങനെയല്ല, ഭയങ്കരമായിട്ടും പറന്നാകെ സീനായിട്ടാണ് എൻ്റെ മുടി കിടക്കുന്നത്. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇനിയൊരു കളർ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ, ഇപ്പം എൻ്റെ മനസ്സിൽ കളർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ മുടിയുടെ അവസ്ഥ കാണുമ്പം വേണ്ടാന്ന് ഇങ്ങനെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഫ്രണ്ടിൽ നിന്ന് 2 മുടിയൊക്കെ പിടിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവൾ ഓരോന്ന് പറഞ്ഞ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു. പിന്നെയാണ് വീഡിയോ എടുക്കുന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അവൾ തിരിച്ചു പോയി. പിന്നെ ലാസ്റ്റ് ഇതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്.